മലയാളത്തിൽ നിന്ന് ഒരു കോമഡി പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജെറി മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാലോ, വലിയ എക്സ്പെക്ടേഷനിലും കാര്യങ്ങളിലും കാണുന്ന ഒരു സിനിമ. എല്ലാവരും കൊച്ചു പടമാണ്. എനിക്ക് 100 മിനിറ്റാ 110 മിനിറ്റ് എന്തോ ഉള്ളൂ. ഇതിൽ അഭിനയിച്ച മെയിൻ ആക്ടേഴ്സിന്റെ പേര് പോലും എനിക്ക് ബേസിക്കലി അറിയില്ല. എനിക്ക് ഇതിലാകെ അറിയത് കോട്ടയം നസീറിനെ മാത്രമാണ്. സ്റ്റിൽ അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടം. അതായത് ഒരു നാട്ടിൻ പുറത്ത് രണ്ട് നെയ്ബേഴ്സ് തമ്മിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം രസത്തിൽ കണ്ടിരിക്കുക കേട്ടോ. ഇതിൽ കുറച്ച് നല്ല ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു ഓഞ്ഞ പ്രേമമുണ്ട്. അത് എടുത്തു പറയാലോ, പ്രേമം ഭയങ്കര ബോറായിരുന്നു. സ്റ്റിൽ ബാക്കിയുള്ളവരെ ഏഷനിയും കുശുമ്പും അതേപോലെ തന്നെ ഇമോഷൻസും ഫ്രണ്ട്ഷിപ്പും അതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതിൽ നമ്മുടെ ഒരു നെയ്ബറിന്റെ മരുമകനായിട്ട് ഒരാൾ വരുന്നുണ്ട്. ഇയാളുടെ പേരൊന്നും അറിയില്ല. ആൾ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തമാശയും കാര്യങ്ങളായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കൊച്ചു പടമാണ്, കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറയാനും കാര്യങ്ങളൊന്നും ഇല്ല. അഭിനയിച്ച എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഞാൻ ഭയങ്കര ലോവർ എക്സ്പെക്ടേഷനിൽ കണ്ട സിനിമയാണ്. പക്ഷെ എനിക്ക് അത്യാവശ്യം രസവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. ജെറിന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് വന്നിട്ട് മറ്റേ എലീനെയാണ്. പക്ഷെ ഈ സിനിമയായിട്ടുള്ള ബന്ധം എന്താണെന്ന് പേഴ്സണലി എനിക്ക് കണക്ട് ആയിട്ടൊന്നുമില്ല. എന്നാലും അത്യാവശ്യം തമാശയൊക്കെ ഉള്ള ഒരു കൊച്ചു പടം. സോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ കണ്ടു നോക്കുക. ടുവേർഡ്സ് എൻഡ് ഒക്കെ ആകുമ്പോൾ എവിടെ ഒരു മെയിൽ ഈഗോ ക്ലാഷ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു അയ്യപ്പനും കോശിയും ലെവലൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഊശിപ്പോയ പടക്കം പോലെ ആയിരുന്നേ ഉള്ളൂ. കോട്ടയം നസീറിന് ചെറിയ റോൾ തന്നെ ഉള്ളൂ. എന്നാലും അത്യാവശ്യം ലാസ്റ്റ് ട്വിസ്റ്റും ടേൺ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. സോ ട്രൈ ഇറ്റ് ഔട്ട്. മനോരമ മാക്സിൽ അവൈലബിൾ. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ചൗര്യപാദം. അതായത് ഒരു കോമഡി ഹൈസ്റ്റ് തെലുങ്ക് പടമാണ്. സോ എന്റെ അടുത്ത് കുറച്ച് പേര് ഇതൊന്ന് കണ്ടു നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമ ഡയറക്ടർ ആവാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ നായകൻ പൈസയൊന്നും ഇല്ലാഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബാങ്ക് കൊള്ളയടിച്ചിട്ട് സിനിമ എടുക്കാന്നാണ് പറയുന്നത്. ആദ്യം അവർ പറയുന്നത് SBI കൊള്ളയടിക്കാന്നാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊള്ളയടിക്കാൻ വേണ്ടിട്ട്. ഏതോ ഒരു വില്ലേജിലുള്ള റൂറൽ ബാങ്കാണ് പിന്നെ കൊള്ളയടിക്കുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ. ഇതിലത്തെ ഈ ആക്ടേഴ്സിനൊന്നും ഞാൻ ബേസിക്കലി കണ്ടിട്ട് പോയില്ല. പക്ഷെ കിടിലം ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഹാഫും. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പോലെ ആയിരുന്നേ ഉള്ളൂ. സോ ആദ്യമൊക്കെ നമ്മുടെ യശസ്വി ജയ്സ്വാളും അതേപോലെ സൂര്യവംശിയൊക്കെ അടിക്കുന്ന കാണുമ്പോൾ നമ്മൾ ജയിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ലാസ്റ്റ് ഹെഡ്മെയർ ഒക്കെ കൊണ്ടുപോയി തൊലയ്ക്കും. അത് തന്നെയാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. അതായത് ശരിക്കും നമുക്കൊരു കോമഡി ഹൈസ്റ്റ് പടം കാണുന്ന ഒരു ഫീലിംഗ് കിട്ടിയിട്ട്, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമ്മുടെ ദ്രാവിഡിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. അത് തന്നെയാണ് ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിട്ട് വന്നിട്ട് പിന്നെ ഹൈസ്റ്റിന്റെ ഒരു ത്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല. കാണിച്ച സീൻസിനെ വീണ്ടും 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 കാണിച്ചിട്ട് അവസാനം നമ്മുടെ അൽഫോൺസ് പുത്രൻ പൃഥ്വിരാജ് പടം ഗോൾഡിന്റെ ഒരു ക്ലൈമാക്സ് പോലെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു ഹൈസ്റ്റ് പടം പറയുമ്പോൾ നമുക്ക് ആ ഒരു ത്രില്ല് കിട്ടണം. ഇത് മറ്റേ രജീഷ വിജയനും അതേപോലെ തന്നെ പ്രിയ വാര്യരും കൂടിയിട്ട് ഒരു ബാങ്ക് കൊള്ളടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുറന്നു പോകുന്നില്ലേ, അതേപോലത്തെ ഒരു പടമായിട്ടാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നിയത്. നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ച് പരീക്ഷ എഴുതാൻ പോയിട്ട് അവസാനം കൊണ്ട് തൊലച്ചിട്ട് വരില്ലേ, ആ അവസ്ഥയായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. ടുവേർഡ്സ് ലാസ്റ്റ് ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടായിട്ട് കൊളാക്കി. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഒരു റിഗ്രറ്റബിൾ വാച്ച് ആണോ ചോദിച്ചിട്ട് ഡെഫിനറ്റ്ലി നോന്നേ പറയുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രസത്തിൽ കണ്ടിരിക്കാം. ആൻഡ് ഇതിലൊരു ട്വിസ്റ്റും ടേൺ ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എപ്പോഴും സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഓവർ വിനയം കാണിക്കുന്നവരെ വിശ്വസിക്കരുത്. അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ കുറപ്പ് തോന്നാം, ഇവർക്ക് എന്തോ ഒരു പ്രശ്നമില്ലേ തോന്നും. അങ്ങനെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് പ്രഡിക്റ്റബിൾ ഒക്കെ ആയിരുന്നു. ചിലവർക്ക് അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നാം. ഇതിലും വെറുപ്പിച്ചൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് റൊമാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒരു പരിചയം ഇല്ലാത്ത ഒരുത്തൻ ഒരു വില്ലേജിൽ വന്നിട്ട് ഒരു കൊച്ചിന്റെ അടുത്ത് പോയിട്ട് 2 ഉപദേശം കൊടുക്കുമ്പോഴേക്കും അപ്പോഴേക്കും ആ കൊച്ചിന് പ്യാർ പ്രേമ് മൊഹബത്ത് ഒക്കെ തോന്നുകയാണ്. ഇത്രയും ഗതികെട്ട പെണ്ണുങ്ങൾ ഉണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ അതൊക്കെ കുറച്ച് വെറുപ്പിക്കലായിട്ട് തോന്നി. സ്റ്റിൽ ഒരു വൺ ടൈം വാച്ചബിൾ പടം അല്ലെങ്കിൽ ഒരു ആവറേജ് പടം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ് ചൗര്യപാദം. അതായത് ചൗര്യ മീൻസ് റോബറി, പാദം പറയുന്ന ലെസൺ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. കക്കാൻ പോയിട്ട് പാഠം പഠിച്ച് വന്നിട്ട് നന്നാവണ ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് തോന്നുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ എനിക്ക് എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ട്രൈ